നിങ്ങളുടെ ഡോക്ടർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കീഴിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ മികച്ച നേട്ടങ്ങൾ കൊയ്തെടുത്തത് അദ്ദേഹം ഒരു മികച്ച ശാസ്ത്രജ്ഞനായതുകൊണ്ട് മാത്രമായിരുന്നില്ല. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടി അദ്ദേഹം പകർന്നു നൽകിയിരുന്നു. കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതിക് വകുപ്പിന് കീഴിൽ രോഗപ്രതിരോധ രംഗത്ത് ഹോമിയോപ്പതി നേടിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങൾ കണ്ണൂർ ജില്ലാ DMO ഡോക്ടർ G Sivaramakrishnan പകർന്നു നൽകുന്ന ആത്മവിശ്വാസം കൊണ്ട് കൂടിയാണ്. ഹോമിയോപ്പതി വകുപ്പിന് കീഴിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ മേധാവി ഡോക്ടർ G Sivaramakrishnan ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ. ഈ വൈറൽ ഡിസീസിന് മുഴുവൻ മംസ്, ചിക്കൻ ബോക്സ്, പാരോട്ടൈറ്റിസ് അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്ക് മുഴുവൻ ഹോമിയോപ്പതി ചികിത്സയെ തേടിയ ആളുകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രതിരോധ മരുന്നുകൾക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് സൈഡിൽ ഹോമിയോപ്പതി ആളുകൾ കൂടുതൽ ആശ്രയിക്കാത്തത്? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെയും ഒരു ആശങ്ക തന്നെയാണ്. അതായത് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഈ എലിപ്പനി ആയിക്കോട്ടെ, ഡെങ്കിപ്പനി ആയിക്കോട്ടെ, ചിക്കൻ ഗുനിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഏത് തരത്തിലുള്ള പകർച്ചവ്യാധികളാണെങ്കിലും എപ്പിഡമിക് ഡിസീസ് ആണെങ്കിലും ചികിത്സയുണ്ട് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ചികിത്സയുണ്ട്. നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ള മുദ്രാവാക്യം പ്രാഥമിക ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ എന്നുള്ളതാണ്. പ്രഥമഘട്ടത്ത് ഒരു പനിയായിട്ട് വരുന്ന കേസ് അത് എലിപ്പനിയാണോ, ഡെങ്കിപ്പനിയാണോ, ചിക്കൻ ഗുനിയാണോ, ടൈഫോയിഡാണോ, മഞ്ഞപ്പിത്തമാണോ, എന്താണ് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാം പനിയായിട്ടാണല്ലോ ആദ്യം വരിക. ആദ്യത്തെ സിംറ്റംസ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നൽകുകയാണ്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വന്നിട്ട് ഹോമിയോപ്പതിക്ക് വളരെ പ്രസക്തമുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇത് എലിപ്പനി ആയിക്കോട്ടെ, ഡെങ്കു, ഇപ്പോഴത്തെ നമുക്ക് ഡെങ്കു പനിയാണല്ലോ, ഡെങ്കു ഫീവർ ആണല്ലോ നമ്മുടെ ഇപ്പോൾ മെയിൻ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇപ്പോൾ ഡെങ്കു ഫീവർ വന്നിട്ട് 3 തരത്തിലുള്ള ഡെങ്കു ഫീവർ ഉണ്ട്. കോമൺ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളിലും വരുന്നത് കോമൺ ഡെങ്കു ഫീവറാണ്. അപകടകാരി അല്ലാത്തതാണ്. 97% കേസുകളിലും വന്നിട്ട് നല്ല രീതിയിൽ പര്യവസാനിക്കുന്ന രീതിയിൽ വരുന്ന അസുഖമാണ് കോമൺ ഡെങ്കു ഫീവർ. പിന്നെ അതിൽ തന്നെ 65% കേസുകളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. വളരെ കാര്യമായിട്ടുള്ള പുറത്ത് കാണുന്ന രീതിയിലുള്ള പ്രകടനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവത്തില്ല. അതിനെയാണ് നമ്മൾ സബ് ക്ലിനിക്കൽ എന്ന് പറയുന്നത്. അതായത് സെൽഫ് ലിമിറ്റഡ് ആയിട്ട് വരുന്നതാണിത്. എല്ലാ വൈറസ് രോഗങ്ങളും സെൽഫ് ലിമിറ്റഡ് ആണ്. സ്വയം അത് നമ്മുടെ ശരീരം തന്നെ അതിനെ വന്നിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി അതിന്റെ പേരിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ട് അവസാനിക്കുന്നതാണ് ഭൂരിഭാഗം വൈറസ് രോഗങ്ങളും. എന്നാൽ നമ്മൾ ചികിത്സിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കണം. ചികിത്സ വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ വിഭാഗം ഡോക്ടർമാർ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പിൽ വരുന്ന ഡെങ്കു ഹെമറേജിക് ഫീവർ, DHF എന്ന് പറയുന്നത്, അത് ഈ രക്തസ്രാവം എടുക്കുന്ന ഡെങ്കു ആണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രക്തസ്രാവം എടുക്കുന്ന രീതിയിൽ ഡെങ്കു സിംറ്റംസോടുകൂടി രോഗി വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നമുക്ക് ചികിത്സിക്കാം. അപ്പോൾ അത് നമുക്ക് അവിടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കുന്നു, മറ്റുള്ള പരിശോധനകൾ നടത്തി നോക്കുന്നു. അത് ഒരു 30,000 താഴെയായിട്ട് പ്ലേറ്റ്ലെറ്റുകൾ കുറയുമ്പോഴും അതുപോലെ 10,000 താഴെയായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് കുറയുമ്പോഴും ആണ് വന്നിട്ട് ഒരു മെഡിക്കൽ എമർജൻസി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അതിനിപ്പോൾ ചിലപ്പോൾ ഡെങ്കു ഷോക്ക് സിൻഡ്രോമായിട്ട് പോകാൻ സാധ്യതയുള്ളതുണ്ട്. അതിനൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ആധുനിക സൗകര്യങ്ങളുള്ള ഹയർ സെന്ററിലേക്ക് നാം റെഫർ ചെയ്യാറുണ്ട്. ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. അസുഖം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സെൽഫ് ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ കഴിയില്ല. നമുക്ക് സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ പോലും അതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് നാം നൽകുമ്പോൾ അതിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ സഫറിങ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ട്രീറ്റ്മെന്റ് ആ രീതിയിലാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിന് ചികിത്സയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ തന്നെ വന്നിട്ട് വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആ രീതിയിൽ വന്നിട്ട് പ്രചരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് വളരെ സൗകര്യമുള്ള ഒരു ഡെങ്കു ഫീവർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പ്രാഥമിക തലത്തിൽ ചികിത്സ തേടാതെ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഹയർ സെന്ററിലേക്ക് പോവുകയാണ്. അതിന് ആവശ്യമേ ഇല്ല. കാരണം വളരെ ഈ ഡെങ്കു ഫീവർ അങ്ങനെ പാനിക് ആകേണ്ടതേ ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടർമാർ അത് മോണിറ്റർ ചെയ്യുമല്ലോ. ആയുർവേദ ഡോക്ടറായാലും ഹോമിയോ ഡോക്ടറായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറായാലും ഡെഫിനറ്റ്ലി അത് എന്താണ്, അത് കുഴപ്പം പിടിച്ചതാണോ, കുഴപ്പം പിടിക്കാത്തതാണോ, കുഴപ്പമുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചികിത്സയുണ്ട് എന്നാണ് അടിവരയിട്ട് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, ഇവിടെ മെഡിസിൻ വളരെ ഫലപ്രദമാകുന്നു ഹോമിയോപ്പതി. അപ്പോഴൊക്കെ ഇതിന്റെ എഫിക്കസി എങ്ങനെയാണത് ഡിറ്റക്ട് ചെയ്യുന്നത്? പലപ്പോഴും അത് വലിയൊരു സംശയം ഉയർത്തുന്നതാണ്. അതിനെക്കുറിച്ച് വല്ല നിഗമനം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2006 തന്നെ ട്രിവാൻഡ്രം ജില്ലയിൽ
നെയ്യാറ്റിൻകര ഭാഗത്തും അതുപോലെ അത് പരിസര പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് തന്നെ നേരിട്ട് ഇതിനു വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് സ്റ്റഡീസ് നടത്തിയപ്പോൾ, ഒരു കൃത്യമായിട്ടുള്ള സർവേ അനാലിസിസ് നടത്തിയപ്പോൾ 82% ഇത് സക്സസ് ആണ്, ഫലപ്രദമാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വന്നിട്ട് കൃത്യമായിട്ട് ഈ എത്ര പേർക്ക് ഇത് ബാധിച്ചു, അതായത് വളരെ പ്രിവാലൻ്റ് ആയിട്ടുള്ള, അതായത് ഡെങ്കു ഫീവർ, അന്ന് ചിക്കൻ ഗുനിയാണ് അന്ന് പടർന്നു പിടിച്ചിരുന്നത്. അങ്ങനെ ചിക്കൻ ഗുനിയ പടർന്നു പിടിച്ച ആ സ്ഥലങ്ങളിൽ ഈ മരുന്നുകൾ കഴിക്കാത്ത ആൾക്കാർ, കഴിച്ച ആളുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു സർവേ ഒക്കെ നടത്തി കഴിച്ച ആളുകളിൽ വന്നിട്ട് എത്ര പേർക്ക് ഇത് വരാതിരുന്നു, കഴിക്കാത്ത ആൾക്കാർക്ക് ഒരേ പ്രദേശത്ത് തന്നെ ഹോമിയോ മരുന്ന്, പ്രതിരോധ മരുന്ന് കഴിക്കാത്ത ആളുകളിൽ എത്ര പേർക്ക് ഇത് വന്നു എന്നുള്ള രീതിയിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലെ മറ്റുള്ള സ്വകാര്യ ഏജൻസീസ് ഒക്കെ വന്നിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് എഫിക്കാസി വന്നിട്ട് വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ഭാഗത്തു നിന്ന് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ മെഡിസിൻസ് എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻസ് അല്ല. നമ്മളിപ്പോൾ പ്രതിരോധ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു അസുഖവും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. അതായത് എപ്പിഡമിക് ഡിസീസസ് പ്രിവാലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് ക്ലിനിക്കലായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഒരു കാര്യമായിട്ടുള്ള ഒരു എപ്പിഡമിക് പടർന്നു പിടിക്കുകയാണെങ്കിൽ അവിടെ സബ് ക്ലിനിക്കൽ സ്റ്റേജിലും വളരെ അബോർട്ടീവ് ഡിസീസിന്റെ ഈ പ്രത്യേക അസുഖത്തിന്റെ അബോർട്ടീവ് സ്റ്റേജിൽ കുറേ പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം സബ് ക്ലിനിക്കലായിട്ടും അതായത് ലക്ഷണങ്ങളിൽ പുറത്ത് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർക്കാണ് നമ്മൾ മരുന്ന് നൽകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഏർലി ട്രീറ്റ്മെന്റ് ആണ്. അത് ആക്ച്വലി ഒരു ട്രീറ്റ്മെന്റ് ആണ്, നേരത്തെ നാം നൽകുന്ന ഒരു ചികിത്സയാണ്. അപ്പം അങ്ങനെ ഹോമിയോപ്പതി നമുക്ക് ഹോമിയോപ്പതി രീതിയിലൂടെ നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക്, യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്ന ആൾക്ക് നമ്മളൊരു പ്രതിരോധ മരുന്ന് കൊടുത്ത് ആന്റിബോഡി കൊണ്ടുവരാനൊന്നും പറ്റില്ല. കാരണം ആന്റിബോഡി വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആന്റിജൻ വേണം. അപ്പോൾ ഈ വൈറസുകളും അതുപോലെ ബാക്ടീരിയ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോക്സിൻസ്, ആന്റിജൻസ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതിന് കറക്റ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ് വരിക. പലപ്പോഴും ഈ ആന്റിബോഡീസ് വന്നിട്ട് സഫീഷ്യന്റ് അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ആന്റിജൻസിന്റെ ടൈറ്റർ വളരെ കൂടുതലായിരിക്കുന്നത്, സിവിയർ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആണ് വന്നിട്ട് ഡിസീസ് മേൽക്കോയ്മ എടുക്കുന്നത്. ഇതിന് നിയന്ത്രിക്കാൻ പറ്റാതൊക്കെ പോകുന്നതും പരാജയം സംഭവിക്കുന്നതും മരുന്നിന്റെ സഹായം തേടി വരുന്നത്, ആവശ്യം വരുന്നത്. അത്തരത്തിലാണ് നമ്മുടെ മെഡിസിൻസ് ട്രീറ്റ്മെന്റ് ആണ്, ഒരു ഏർലി ട്രീറ്റ്മെന്റ് ആണ് നാം നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, ഇവിടെ ഹോമിയോപ്പതി ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ ആ ഒരു അത്ഭുതകരമായ കണ്ടുപിടുത്തം, അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് ഹോമിയോപ്പതി നീങ്ങുമ്പോഴും പല ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പോലും ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. ഇന്ന് അമ്മയും കുഞ്ഞും പദ്ധതിയിലൂടെ ഫെർട്ടിലിറ്റി റിസർച്ചിൽ ഹോമിയോപ്പതി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ഹോമിയോപ്പതി ഈസ് നോട്ട് സയന്റിഫിക്, അല്ലെങ്കിൽ ഇറ്റ്സ് ബോഗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ എതിർവാദം കൂടി ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? അത് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരമുണ്ട്. കാരണം ഇത് വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ടുള്ള ഒരു അങ്ങനെ ഒരു വരാം, അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇന്നിപ്പോൾ വേൾഡിൽ തന്നെ വന്നിട്ട് രണ്ടാമത്തെ ഒരു ചികിത്സാ സമ്പ്രദായമായിട്ട് ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ തന്നെ വന്നിട്ട് വളരെയധികം വന്നിട്ട് ആളുകൾ ആശ്രയിക്കുന്ന, കോടിക്കണക്കിലെ ആളുകൾ ആശ്രയിക്കുന്ന രീതിയിൽ വന്നിട്ട് ഹോമിയോപ്പതി വളർന്നു വരുന്നതുകൊണ്ട് അപ്പോൾ അതിന് എന്താണ് അതിൻ്റെ സയന്റിഫിസിറ്റി എന്നുള്ള രീതിയിൽ വന്നിട്ട് പല ചോദ്യങ്ങൾ ഉയരുകയാണ്. സ്വാഭാവികമാണ്, നമ്മൾ സയന്റിഫിക് വേൾഡാണ്, വളരെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ മെഡിസിനിലുള്ള ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്താണ്, ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പോൾ പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 12 പൊട്ടൻസി കഴിയുമ്പോൾ തന്നെ 12 പൊട്ടൻസി ആകുമ്പോൾ തന്നെ അവഗാർഡ്രോ പ്രിൻസിപ്പിൾസ് പ്രകാരം വന്നിട്ട് അതിന് ഒരു മോളിക്യൂൾ ഒരു തരി പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് അലിഗേഷൻസ് ഒക്കെ വരുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് ഇത് സയൻസ് എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും അറിയേണ്ടതില്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ? സയൻസ് ഒരുപാട് ഇനി ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മാറ്റങ്ങൾ വരും, ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഇതിന് തന്നെ നമ്മൾ സ്പെക്ട്രം അനാലിസിസ് മുഖേന ഇപ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലുള്ള പഠനങ്ങൾ നടത്തിയ വേളയിൽ നമ്മുടെ മെഡിസിൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഫിസിയോ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ട് അത് സ്പെക്ട്രോഗ്രാഫിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ നാനോ ടെക്നോളജി, നാനോ തിയറി ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ബയോളജിക്കൽ സ്റ്റഡീസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസർച്ചുകൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് സയന്റിഫിക് ആയിട്ട്. അപ്പോൾ അതിന് ഡോക്ടർമാർക്ക്, അതുപോലെ ഡോക്ടർമാരും പേഷ്യൻസ് വളരെ കൺവിൻസ്ഡ് ആണ്.
ഇപ്പം നമുക്ക് വെറുതെ അല്ലല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 15 വർഷമായിട്ട് കാത്തിരുന്ന ദമ്പതികൾക്ക് 6 മാസം കൊണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ സംഭാവന ചെയ്യുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് വെറുതെ പ്ലാസിബോ കൊടുത്തിട്ട് അല്ലല്ലോ, എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടല്ലല്ലോ. അതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ പല പല അസുഖങ്ങൾ പറയാൻ പറ്റും. ഇത് പ്രൂരിഗോ നൊഡുലാരിസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഗ്രേവ് ആയിട്ടുള്ള, വളരെ ദേഹം മുഴുവനും വ്രണമായിട്ട്, വളരെ നൊഡ്യൂൾസ് ഫോം ചെയ്തിട്ട് പയോഡർമായിട്ട് പഴുത്തു ഒലിക്കുന്ന ചൊറിച്ചിലായിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ആ ഒരു വിഭാഗം പേഷ്യൻസ് ഉണ്ട്. വളരെ റയറായിട്ടുള്ള അസുഖമാണ്. അത്ര 25 വർഷമായിട്ട് കഷ്ടപ്പെടുന്ന പേഷ്യന്റ് 2 മാസം കൊണ്ട് അതിന് പകുതി കുറയും, പിന്നെ അടുത്ത 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ടില്ലാതായി എത്രയോ സംഭവങ്ങൾ. ഇതുപോലെ എക്സാമ്പിൾസ് ഒരുപാട് പറയാൻ പറ്റും. ഇതെല്ലാം പ്ലാസിബോ എഫക്ട് എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. അതുപോലെ നമുക്ക് മൈഗ്രെയിൻ ആണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു മെഡിസിൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ 25 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ തന്നെ ആയിക്കോട്ടെ, നമ്മൾ സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ഒരു മാസം 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറുകയാണ്. മാറാത്ത പല രോഗങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു, പൂർണ്ണമായിട്ട് നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പ്ലാസിബോ എഫക്റ്റിലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രത്തോളം അത് വിശ്വസിക്കാൻ കഴിയും? അപ്പം അങ്ങനെ അത്തരത്തിലല്ല. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രം എന്ന് പറയുന്നത് ഫിലോസഫിയാണ്, അതേപോലെ സയൻസാണ്. 50% ഫിലോസഫിയാണ്, 50% സയൻസാണ്. സയൻസ് എന്ന് പറയുമ്പോൾ നാച്ചേഴ്സ് എല്ലാ തന്നെയാണ്, പ്രകൃതി നിയമങ്ങൾ ആണ് ഇതിനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അത് സയൻസാണ്, പ്രകൃതി നിയമങ്ങളാണ്. നമ്മുടെ ചികിത്സ ഒരു മോഡസ് ഓപ്പറൻഡി ഓഫ് ക്യൂർ നമ്മൾ പറയും, എങ്ങനെയാണ് ക്യൂർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് പ്രകൃതി നിയമങ്ങൾ തത്വപ്രകാരമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നുള്ളതുകൊണ്ട് അതിൽ പോകുന്നില്ല. ഇപ്പോൾ വൈറ്റൽ ഫോഴ്സ് തിയറിയാണ് ഈ ഫിലോസഫി പാർട്ടിൽ വരുന്നത്. ഇപ്പം നമുക്കൊരു കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴൊക്കെ നമ്മൾ ആദ്യം സംഭവിക്കുന്നത് ഈ ബാക്ടീരിയ, വൈറസ്, അതുപോലെ ഈ മൈക്രോ ഓർഗാനിസംസിന്റെ എൻട്രിങ് അല്ല. ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ ബോഡി സിക്കാകുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ഓഫ് വെതർ ഉണ്ടാകുമ്പോൾ നമ്മുടെ വൈറ്റാലിറ്റിയിൽ ഒരു മങ്ങലേൽക്കുകയാണ്. അപ്പോൾ ബോഡി സിക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ വൈറ്റൽ ഫോഴ്സ് തിയറി നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ബോഡി വൈറ്റാലിറ്റിയിൽ ഒരു വിള്ളൽ ഉണ്ടാകുകയാണ്. അതിന് അവസരോചിതമായിട്ട് ഈ മൈക്രോ ഓർഗാനിസംസ് അത് ഉപയോഗിച്ച് എൻ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുകയാണ്, എൻ്റർ ചെയ്യുന്നു, അസുഖങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അത്തരത്തിൽ അപ്പോൾ ഫിലോസഫിയുമാണ് സയൻസുമാണ്. ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ മെഡിസിൻ പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻസിൽ വന്നിട്ട് ആക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട്. റിസൾട്ട് ഉണ്ട് എന്നുള്ളത് വന്നിട്ട് എല്ലാവരും കൺവിൻസ്ഡ് ആണ്, പേഷ്യൻസും അതുപോലെ ഡോക്ടേഴ്സും കൺവിൻസ്ഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഇനിയും റിസർച്ചുകൾ നടക്കാനുണ്ട്. ഇത് 200-220 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് ഡെവലപ്മെന്റ്സ് വരാനുണ്ട്, റിസർച്ച് നടക്കാനുണ്ട്. കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ വരാനുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കോട്ടയമൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് പുറത്തു വരുന്നുണ്ട്, സയന്റിഫിക് പേപ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, ഇവിടെ ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്, സിദ്ധ, യുനാനി തുടങ്ങി ഒട്ടേറെ ഹോമിയോപ്പതി. ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ചില രോഗങ്ങൾക്ക് ചില സിസ്റ്റമാണ് ഇത് ചെയ്യുന്നത്. അവിടെ രോഗി എങ്ങനെയാണ് ഒരു ഹോമിയോപ്പതിയിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ ആയുർവേദത്തിലേക്ക് വരേണ്ടത്? അത് തീർച്ചയായിട്ടും സിറ്റുവേഷൻസ് മനസ്സിലാക്കി രോഗികൾ തന്നെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നമുക്ക് ഒരു മുഖ്യധാര ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻ വളരെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ, ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ, ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങൾ വന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഉള്ളപ്പോൾ നമ്മൾ പാരലായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മുഖ്യധാര ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഇടപെടൽ ആവശ്യം വരുന്നത് വളരെ വൈറ്റലായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ്, സംശയമില്ല. നമ്മളത് അംഗീകരിക്കുന്നു. അതേസമയം നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി ആയാലും ആയുർവേദമായാലും മോഡേൺ മെഡിസിൻ ആയാലും സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി എല്ലാ ചികിത്സയ്ക്കും അതിൻ്റെതായിട്ടുള്ള മികവുമുണ്ട്, മേൽക്കോയ്മയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ചികിത്സയും സമ്പൂർണ്ണ ചികിത്സയല്ല. എല്ലാത്തരം അസുഖങ്ങളെയും ഒരു ചികിത്സ കൊണ്ട് നേരിടാൻ കഴിയുകയില്ല. ഇപ്പം നമ്മളിപ്പോൾ പറയാറുള്ള പോലെ, എംഫസിസ് ചെയ്യാറുള്ളത് പോലെ പ്രാഥമിക ആരോഗ്യം നമുക്ക് വളരെയധികം സ്കോപ്പുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഹോമിയോപ്പതി ചികിത്സകൾ ആളുകൾ തേടുമ്പോൾ തീർച്ചയായിട്ടും അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് പോകാതെ നോക്കുകയും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ജനങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഹോമിയോപ്പതിക്ക് കൂടുതൽ സ്കോപ്പുള്ളത് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെയാണ്. കാരണം ഇത് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായതുകൊണ്ടും ജനങ്ങൾക്ക് നല്ല അവബോധമുണ്ട്. ഏതേത് സന്ദർഭത്തിൽ ഏതേത് ചികിത്സ തിരഞ്ഞെടുക്കണം എന്ന് അവർക്കറിയാം. അത്തരത്തിലാണ് ഹോമിയോപ്പതിക്ക് ഇവിടെ കൂടുതൽ സ്കോപ്പുള്ളതും. ഒരു 800-ൽ പരം സർക്കാർ സ്ഥാപനങ്ങളും, അത് NHM സ്ഥാപനങ്ങൾ ഒരു 400-ൽ താഴെയുള്ള സ്ഥാപനങ്ങളും, അതുപോലെ സ്വകാര്യ ക്ലിനിക്കുകൾ ധാരാളം ഉള്ളതും ഒക്കെ ഹോമിയോപ്പതിക്ക് വളരെയധികം ഒരു സ്കോപ്പുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നതിന് കാരണം അത് തന്നെയാണ്. ഡോക്ടർ, ഇവിടെ ഇമ്മ്യൂണൈസേഷൻ
പ്രത്യേകിച്ച് അലോപ്പതിയുടെ ഒരു വലിയ മുന്നേറ്റമായിട്ടും ലോകവ്യാപകമായി ഇമ്മ്യൂണൈസേഷൻ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇപ്പം ചില മതപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലെ ചില ഡോക്ടർമാർ തന്നെ ഇതിനെ എതിർക്കുന്നു എന്നുള്ള ഒരു വലിയ വാദം ഉയർന്നു വരുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അത് ഹോമിയോപ്പതിയിൽ തന്നെ ഡോക്ടർമാർ എതിർക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറെ എതിർക്കില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയും. കാരണം ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് വന്നിട്ട് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഭാഗമാണ്. അത് ഹോമിയോപ്പതി ഡോക്ടർമാർ സർക്കാർ സർവീസിലാണെങ്കിലും സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും അത് പാലിക്കേണ്ടതാണ്. കാരണം ഇത് എല്ലാവരും കൈകോർത്ത് അത് വിജയിപ്പിക്കേണ്ട ഒരു ദൗത്യം നമുക്കുണ്ട്. അത് മാത്രമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അത്തരത്തിൽ വരുമ്പോൾ സങ്കുചിത ചിന്താഗതിയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചില ലാബ്സുകൾ വരാം. നമ്മൾ ഒരു മാസമായിട്ടുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില ലാബ്സുകളൊക്കെ ഉണ്ടായെന്ന് വരാം. അത് നമ്മൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുകയും അത് ഹൈലൈറ്റ് ചെയ്ത് അതൊന്നും ആവശ്യമില്ല, ഒരിക്കലും പാടില്ലാത്തതാണ്. ഈ ഒരു ദൗത്യം വിജയിപ്പിക്കേണ്ടത് ഏതൊരു ഡോക്ടർക്കും ചേർന്നതാണ്. ഏതൊരു ഡോക്ടറും അത് ചെയ്യേണ്ടതുമാണ്. നമ്മളെല്ലാവരും ഹോമിയോ ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടറാണ് എന്നുള്ള ചിന്ത എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. നമ്മളിപ്പോൾ ഡോക്ടർ ഇൻ ഓൾ സെൻസ്, അത് ഡോക്ടറാണ് എന്ന് ചിലപ്പോൾ ഡോക്ടറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ കാര്യത്തിൽ വന്നിട്ട് അത്തരത്തിൽ വന്നിട്ട് വേറൊരു ചികിത്സാ സമ്പ്രദായമാണ് അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് നമുക്കൊരു റീഡിങ് ചിന്താഗതി പാടില്ല. അതിന് തീർച്ചയായിട്ടും വന്നിട്ട് അകമഴിഞ്ഞ സപ്പോർട്ട് നൽകേണ്ടത് നമ്മുടെ ഏതൊരു ഡോക്ടറുടെയും, ഞാൻ ഹോമിയോ ഡോക്ടർ എന്ന് മാത്രം പറയുന്നില്ല, ഏതൊരു ഡോക്ടറുടെയും ഒരു കടമയാണ്. ഹെൽത്ത് പോളിസിയുടെ ഭാഗമാണ്. നാം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ, എന്തുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഹോളിസ്റ്റിക് അപ്രോച്ച് ഒക്കെ കാണാം, എന്തുകൊണ്ട് ഇവിടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ശ്രമങ്ങൾ നടക്കുന്നില്ല? അത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു കോർഡിയലായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി വളർത്തിയെടുക്കേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല. ഒരു നല്ല ഒരു കോർഡിയലായിട്ടുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ അത് കുറവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഒരേ ക്യാമ്പസിനകത്ത് മോഡേൺ മെഡിസിൻ, അതുപോലെ ഹോമിയോപ്പതി ക്ലിനിക്, ഡിസ്പെൻസറി, ആയുർവേദ, അതുപോലെ ISM ഉള്ള മറ്റ് വിഭാഗങ്ങളൊക്കെ ഒരേ ക്യാമ്പസിനകത്ത് വരണം എന്നുള്ളത് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ നാഷണൽ ആയുഷ് മിഷൻ്റെ വന്നിട്ട് വലിയൊരു ഡിമാൻഡും കൂടിയാണ്. പക്ഷെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ അത് നടപ്പാകുന്നില്ല. ഒരു പക്ഷേ വന്നിട്ട് മുഖ്യധാര ചികിത്സാ സമ്പ്രദായം അഭ്യസിക്കുന്ന ഡോക്ടർമാരുടെ എതിർപ്പ് ആയിരിക്കാം, തുറന്നു പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള അത് നിലപാട് മാറണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബഹുമാനിക്കുന്ന തരത്തിലുള്ള രീതികൾ ഉണ്ടാകണം. ഇപ്പോൾ സയന്റിഫിസിറ്റിയെ പറ്റി എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിബേറ്റ് ചെയ്യാം, ചർച്ച ചെയ്യാം. ചർച്ചയിലൂടെ നമുക്ക് എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. ബ്ലൈൻഡായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാകാം. നമ്മൾ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റിസൾട്ടുകൾ ഉണ്ടാകുന്നതൊന്നും വെറുതെ അല്ലല്ലോ. റിസൾട്ടുകൾ നമ്മുടെ ഡേറ്റാസും അതുപോലെ വന്നിട്ട് അനാലിസിസും ഒക്കെ വന്നിട്ട് വെറുതെ അല്ലല്ലോ. അപ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സ് എല്ലാ വിഭാഗം ഡോക്ടർമാരുടെ ഇടയിലും ഉണ്ടാകണം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ നയം കേരളത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. വളരെയധികം ഗവൺമെൻറ്റൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കോലൊക്കേഷൻ മുതലായ കാര്യങ്ങളൊക്കെ പരാജയമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ പരസ്പര ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ നയം, സമഗ്രമായിട്ടുള്ള ഒരു ചിന്താഗതി, ഇവിടെ ഹൊളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കേരളത്തിൽ നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും അത് കാര്യമായിട്ടുള്ള ഒരു ആശയമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ഇങ്ങനെ സിസ്റ്റംസ് തമ്മിലുള്ള സ്പർദ്ധ കൊണ്ട് യാതൊരു ഗുണവും ആർക്കുമില്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് പരാജയമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കോലൊക്കേഷൻ പോലെ ഉള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ തന്നെ വന്നിട്ട് ഒരു നല്ല ഒരു എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സെന്ററിൽ വന്നിട്ട് ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ എന്തുമാത്രം ഗുണം ചെയ്യും? അല്ല, പല സ്ഥാപനങ്ങൾ പല സ്ഥലത്തായിട്ട് സ്കാറ്റേഡായി കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോഗ്യ നയം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആശയം ഉയർന്നു വരണം, പരസ്പര ബഹുമാനം ഉണ്ടാകണം, നല്ല ഒരു രീതിയിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടാം. ഡോക്ടർ, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചു കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ പരിഹരിക്കുവാൻ ഹോമിയോപ്പതിയിൽ ഒരു സ്പെഷ്യൽ വിങ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഡോക്ടർ. തീർച്ചയായിട്ടും. അതായത് നമുക്ക് ജില്ലാ ഹോമിയോ ആസ്പത്രികളിൽ സദ്ഗമയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രൊജക്ട് ക്ലിനിക്ക് നടന്നു വരുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ഹോമിയോ ആസ്പത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിൽ, ഇനി അത് എല്ലാ ദിവസവും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമൊക്കെ വരാനിരിക്കുന്നു. അതായത് കുട്ടികളുടെ പഠന പെരുമാറ്റ സ്വഭാവ വൈകല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ വന്നിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ കൗൺസിലിംഗ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. നമ്മൾ വേണ്ടി വരുമ്പോൾ സീതാലയം മുതലായ പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് സഹായമൊക്കെ തേടാറുണ്ട്.
അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം, ഹോമിയോപ്പതി മെഡിസിൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ അവിടെയുണ്ട്, അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ ഒന്ന് ട്രെയിനിങ്, ഇതെല്ലാം ചേർത്ത് 6 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന പഠന പെരുമാറ്റ വൈകല്യം പറഞ്ഞല്ലോ. അതിൽ അവർ ഒരു കാലഘട്ടത്തിൽ നന്നായിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. കുറച്ച് ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പഠനമൊക്കെ വന്നിട്ട് വളരെ പുറകോട്ട് പോയിട്ടുണ്ടാകും. പല പല കാരണങ്ങളുണ്ട്. എന്താണ് അതിന് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നൂതനമായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ, എന്തെങ്കിലും അക്രമവാസന, അതുപോലെ ചില കുട്ടികൾ വന്നിട്ട് 10 വയസ്സിൽ താഴെയുള്ള ചില കുട്ടികൾക്കുണ്ടാകുന്ന ഈ ADHD എന്ന് പറയുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, വളരെ പിരിവിരിപ്പുള്ള കുട്ടികൾ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത രീതിയിലുള്ള ആ ഒരു സ്വഭാവമുള്ള കുട്ടികൾ, പഠനത്തിൽ യാതൊരു താല്പര്യമില്ല, മറവി, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അക്രമവാസന പറഞ്ഞു. കൂടാതെ ഈ ചില മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അതിനൊക്കെ അടിമയാകുന്ന തരത്തിൽ വ്യതിചലിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോകുന്ന രീതിയിലൊക്കെ വ്യതിചലിച്ച് പോകുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഒരു നൂതനമായുള്ള പ്രൊജക്റ്റാണ് സദ്ഗമയ. അതിന് നാം ഇപ്പോൾ അതിൻ്റെ ഒരു IAC-യുടെ ഭാഗമായിട്ട്, അതായത് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന നിലയിൽ അതിന് ജനങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ടെലിഫിലിം നാം തയ്യാറാക്കിക്കൊണ്ട് കണ്ണൂർ ജില്ലാ ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, നാഷണൽ ആയുഷ് മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തയ്യാറാക്കി വരികയാണ്. അപ്പോൾ ടെലിഫിലിം അതൊരു ഫിലിമായിട്ട് തന്നെയാണ്, കാരണം അതിൽ നല്ല സ്റ്റോറിയുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നമ്മുടെ നേതാക്കളുടെയൊക്കെ വന്നിട്ട് അഭിമുഖം അതിലുണ്ട്. കൂടാതെ വന്നിട്ട് ഇത് ഒരു ടെലിഫിലിമായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് കൂടുതൽ ആളുകളിൽ എത്തിക്കും എന്നുള്ള, നമ്മളൊരു ഡോക്യുമെൻ്ററി ആണെങ്കിൽ അത് അത്തരം ആളുകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. ഇതൊരു ഫിലിമിൻ്റെ ഒരു രീതിയിൽ ഒരു കഥയും ഒരു കൺസെപ്റ്റും ആ രീതിയിലുള്ള ഒരു പ്രമേയം ഒക്കെ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം ആയതുകൊണ്ട് ഇത് കൂടുതൽ ആംബിയൻസ് ഉണ്ടാകും, കൂടുതൽ ജനങ്ങളിൽ എത്താൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നാം ഇത് നിർമ്മിച്ചു വരുന്നത്. നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് എത്രയും വേഗം 1-2 ആഴ്ചകൾക്കകത്ത് അത് റിലീസിന് വേണ്ടി ഒരുങ്ങുകയാണ്. രോഗപ്രതിരോധ രംഗത്ത് ഹോമിയോപ്പതിയുടെ മുന്നേറ്റങ്ങൾക്കൊപ്പം ക്യാൻസർ പ്രതിരോധത്തിൽ ഹോമിയോപ്പതിയുടെ സംഭാവനകൾ മുൻനിർത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് ജില്ലാ ഹോമിയോ DMOയുടെ നേതൃത്വത്തിൽ ഒരു ക്യാൻസർ പാലിയേറ്റീവ് റിസർച്ച് ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പദ്ധതിക്ക് രൂപരേഖ നൽകി കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയം അത് അതീവ താല്പര്യത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ചികിത്സയിലും ഹോമിയോപ്പതിയുടെ മുന്നേറ്റങ്ങളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതിക് DMO ഡോക്ടർ G Sivaramakrishnan ഇന്ന് നമ്മളോട് ദീർഘമായി സംസാരിച്ചു. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായതിന് നന്ദി ഡോക്ടർ.